ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കടലക്കറിയാണ്. അതായത് വെള്ളക്കടല ഉപയോഗിച്ചിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കുന്ന രീതിയിൽ മസാലക്കറി. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ വേറെ 3 കടലക്കറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വറുത്തരച്ച കടലക്കറി ഇട്ടിട്ടുണ്ട്, ചന മസാല ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എളുപ്പത്തിൽ കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോളി മസാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ അത് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയുടെ ഒക്കെ പോലെ ഇരിക്കുന്ന കറിയാണ് ഈ കടലക്കറി. കറുത്ത കടല വെച്ചിട്ടും സെയിം റെസിപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അസമയം ഈസി ആയിട്ടുള്ള കടലക്കറി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാടൻ കടലക്കറി, അതായത് മസാലക്കറി എന്നൊക്കെ പറയാം, വെളുത്ത കടലക്കറിയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ വറുത്തരച്ച കടലക്കറി, അതായത് ബ്ലാക്ക് കടല ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ ചെയ്തിട്ടുള്ള റെസിപ്പികളിലൊന്നാണ് വറുത്തരച്ച കടലക്കറി കേട്ടോ. അതായത് നമ്മൾ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്ന ഒത്തൻറ്റിക് ആയിട്ടുള്ള വറുത്തരച്ച കടലക്കറി. ഇത് മസാലക്കറി, വെള്ളക്കടല വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കുക, അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നാടനായതുകൊണ്ട് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കണം. 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. 2 വലിയ സവാള വളരെ ചെറുതാക്കി നുറുക്കിയിട്ടുള്ളതാണത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എപ്പോഴും പറയാറുള്ള പോലെ എപ്പോഴും സൂക്ഷിച്ചിടുക. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 3 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടി ചതച്ചതാണ്. ഇത് വേണമെങ്കിൽ പേസ്റ്റ് പോലെ ആയിട്ടും ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ചതച്ചിട്ടേ ഉള്ളൂ. 3-4 കഷ്ണം വെളുത്തുള്ളി ഉപയോഗിക്കാം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായി മാറണം. അതുപോലെ തന്നെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരണം. അപ്പോഴാണ് കറക്റ്റായിട്ട് കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മുട്ടക്കറിയൊക്കെ, മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കില്ലേ, ഏകദേശം എല്ലാ മസാലക്കറികളും ഏകദേശം സെയിം റെസിപ്പിയൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ അതിൽ ചേർക്കുന്ന പൊടികളുടെ അളവിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. അപ്പോഴാണ് ടേസ്റ്റ് ഡിഫറൻസ് വരുന്നത്. പിന്നെ വഴറ്റുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷായ കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇട്ടിരുന്നില്ലേ നമ്മുടെ മീൻ മുളകിട്ടത്, മീൻ മുളകിട്ടത് ഇട്ടിട്ട് ഒരുപാട് പേര് കണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ കണ്ണിൽ കുരുവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതേവരെ മെസ്സേജ് അയക്കാത്ത കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു അതിൻ്റെ റെമഡീസൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കത് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ സ്നേഹമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ അയച്ചവർക്കും എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇത് കേൾക്കുന്നവർ വിചാരിക്കും, ഓ കണ്ണിൽ കുരു എന്ന് പറഞ്ഞത് ഇന്ന് ക്യാൻസർ ആണോ എന്ന് വിചാരിക്കും. അതൊന്നല്ല കാര്യങ്ങൾ. ചെറിയ അസുഖമാണെങ്കിൽ പോലും നമ്മളത് പറയുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഞാൻ എവിടെയോ കൊടുക്കുന്ന ആള്, നിങ്ങൾ എവിടെയോ കൊടുക്കുന്നത്, നമ്മൾ പരിചയമില്ല, മീൻസ് നേരിട്ട് കണ്ടു പരിചയം പോലില്ല, എന്നാൽ പോലും നിങ്ങൾ കാണിക്കുന്ന സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ പറയുക, വാക്കുകളില്ല. അപ്പോൾ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവട്ടെ കേട്ടോ. കുറേ റിക്വസ്റ്റുകൾ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാം പരിഗണിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓരോന്നായിട്ട് എല്ലാം ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് നോക്കിയിട്ടാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് കൂടെ നാടനും ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തുള്ള റെസിപ്പീസും നോർത്ത് ഇന്ത്യനും ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളക്കടല, വെള്ളത്തിലിട്ട് കുതിർത്ത കടല, ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട വെള്ളക്കടല ഞാനിപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം വെക്കുക. എപ്പോഴും ഒരുപാട് വെള്ളം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ശരിക്കും കുക്കാവില്ല, വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും വെള്ളം കുറച്ച് കൂടുതൽ വെക്കാൻ ശ്രദ്ധിക്കുക. അടി പിടിക്കാതിരിക്കാനും നല്ലതാണ്. അതേപോലെ തന്നെ ആ കടലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളം കൂടുതൽ വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ തലേദിവസമൊക്കെ ഇട്ട് വെച്ചതാണെങ്കിൽ ഇപ്പോൾ ഒരു 3-4 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്തിടുക. അതിനുശേഷം അതിൻ്റെ വിസിൽ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ വെള്ളക്കടല നിങ്ങൾ വെള്ളത്തിലിടാൻ രാത്രി സോക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോൾ നമുക്ക് 1 മണിക്കൂറിന് മുമ്പായിട്ട് നമുക്ക് ഈ വെള്ളക്കടല കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം ചൂടാക്കുക. നന്നായി തിളപ്പിച്ച് അതിൽ 5-10 മിനിറ്റുകൾ തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളക്കടലെടുത്ത് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ആ 5-10 മിനിറ്റ് വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ നല്ല വീർത്ത് വരും. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ മറന്നുപോയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കടലക്കറി ഉണ്ടാക്കാൻ മുടക്കൊന്നും വരുത്തണ്ട. ഈ ടിപ്പ് പ്രയോഗിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അത് എൻ്റെ കുക്കറിൽ വെള്ളക്കടല വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക്
ഉള്ള മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്ന ഈ മസാല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കാം. എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇതിൽ പൊടികളൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ചേർത്ത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. എന്നിട്ട് പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഞാൻ ചെന്ന മസാല ഉണ്ടാക്കിയിരുന്നില്ലേ ആ ഒരു കൺസിസ്റ്റൻസി, അതായത് ഗ്രേവിയിൽ കടിക്കാനൊന്നും ഉണ്ടാവില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗ്രേവി കിട്ടും. അപ്പം ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ മക്കൾക്ക് സവാള ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള വളരെ നേർമയിൽ അരിയേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടും നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. കാരണം എന്തായാലും നമ്മൾ അരയ്ക്കാനുള്ളതാണ് അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ രണ്ട് തരത്തിലും ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ വലിയ ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സവാള അരയ്ക്കാണ്ട് തന്നെ ഇതുപോലെ തന്നെ വഴറ്റി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ സവാള ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങൾ മാത്രമൊന്നും അല്ല കേട്ടോ. ജാൻ്റെ കസിനൊക്കെ ഉണ്ട് ഇപ്പോഴും അമ്മക്കുട്ടി പറക്കി സവാളയൊക്കെ കറിയുന്നു ബിരിയാണിന്നൊക്കെ പറക്കി മാറ്റി കഴിക്കുന്ന ആൾക്കാരുണ്ടേ. ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, പേര് പറഞ്ഞ ആൾ തന്നെ ശരിയാക്കും. കേട്ടാൽ ആൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ ഇത് ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ആവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് തീ കുറച്ചതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ മീൻകറിയിൽ കാണിച്ചില്ല, അതുപോലെ തന്നെ പൊടികൾ മിക്സ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റായി ചേർക്കുന്നു മാത്രം. ഇപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. ഞാൻ അതിന് നല്ല മുളക് പൊടി എന്നാ പറയാം കേട്ടോ, അല്ലാതെ ഇത് നല്ലതല്ലാഞ്ഞിട്ടല്ല. ഒരു കുട്ടി ഇന്നലെ സംശയം ചോദിച്ചതെങ്കിൽ ചിരി വന്നു സത്യം പറയുകയാണെങ്കിൽ. ഇത് പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. ഇത്രയും ചേർത്ത് നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ഗരം മസാലയുടെ വീഡിയോ കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ പെരുംജീരകം പൊടിച്ചത് ഒരു നുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല ഫ്ലേവറാണ്. നമ്മൾ നോൺ വെജിൻ്റെ ഒരു ഫീല് കിട്ടും പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഓൾറെഡി നമ്മൾ പെരുംജീരകം ചേർത്തിട്ടുണ്ട് ഗരം മസാലയിൽ, എന്നാൽ പോലും എക്സ്ട്രാ കുറച്ചും കൂടെ പെരുംജീരകം ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവർ കിട്ടും. അത് പെരുംജീരകത്തിൻ്റെ സ്മെല്ല് അധികം ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഒരാൾ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത്, എങ്ങനെ ചേച്ചി പച്ചച്ചോ മാറുന്നത് അറിയാൻ പറ്റും നമുക്ക് എന്ന് ചോദിച്ചിരുന്നു. അത് ഇതേപോലെ തന്നെ കുറച്ചൊരു 2-3 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വഴറ്റി കൊടുക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ആ ഒരു കുത്തുമണം ഉണ്ടല്ലോ, ഈ പ്രത്യേകിച്ചും കാശ്മീരി മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കൊക്കെ ഒരു പ്രത്യേക കുത്തുമണം ഫീൽ ചെയ്യും നമുക്ക്. അതില്ലാതെ നല്ലൊരു സ്മെല്ല് നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മസാല എടുത്തിട്ട് ഒന്ന് മണപ്പിച്ച് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല പഴുത്ത അധികം പുളിയൊന്നും ഇല്ലാത്ത ഒരു മീഡിയം സൈസിൽ 1.5 തക്കാളിയാണ് ഇതിലിടുന്നത്. അപ്പോൾ പുളി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ 1 തക്കാളി ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇത് നമുക്ക് അടച്ച് വെച്ച് തക്കാളി നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഈ തക്കാളി കുക്ക് ചെയ്യാനായിട്ടതിന് ശേഷം നിങ്ങൾ എവിടെയും പോകരുത് കേട്ടോ. ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴെങ്കിൽ തക്കാളിയുടെ പഴനേശി പോയിട്ടുണ്ടാവും, കരിഞ്ഞ് പണി കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംശയമാണെങ്കിൽ അല്പം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇപ്പം നന്നായിട്ടിത് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് തിളപ്പിക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം, അതായത് 2 ഗ്ലാസ് തിളപ്പിച്ച് വെള്ളം ഒഴിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ കുക്കിങ്ങിനും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബോയിൽഡ് വാട്ടർ ഒഴിക്കാനാണ് ശ്രമിക്കാറ്. കാരണം പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറികൾക്ക് ഒരു പച്ചച്ചോവ എന്തായാലും നിൽക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂടുവെള്ളമാണ് ഒഴിക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ ചിക്കൻ കഴിക്കാത്തവരുടെ വെജിറ്റേറിയൻ ചിക്കൻ കറിയാണ്. സോയ പോലെ തന്നെ എനിക്ക് ഈ കറി കഴിക്കുമ്പോൾ ചിക്കൻ കഴിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം ഇല്ല. കാരണം ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാത്തിൻ്റെ കൂടെയും നല്ല രസമാണ് കഴിക്കാൻ. അതായത് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ. ഞാൻ ഈ കറി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. ഈവൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ഇടുമ്പോഴാണ് കേട്ടോ ഈ നല്ലൊരു റെഡിഷ് കളർ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മുളക് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് കീറിയിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ മുളക് പൊടി ഇട്ട് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ കടല വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 4 വിസിൽ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടു. അതിനുശേഷം ഓപ്പൺ ചെയ്തപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് കടല വേവണം കേട്ടോ. കടല നന്നായി കുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കടലക്കറിക്ക് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന്
ഒന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിൽ കിടന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഈ കടലയും ആ ഗ്രേവിയും കൂടെ തിളച്ചൊന്ന് യോജിക്കണം. അപ്പം റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് വരും. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലയുടെ കുറച്ച് പോർഷൻ ഒരു കയ്യിൽ കടല ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഗ്രേവിക്ക് ഒരു തിക്നെസ് ഒക്കെ ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലാണ്ട് മിക്സിയിലൊന്നിട്ട് അരയ്ക്കൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് മാത്രം ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തിക്നെസ് വരും നമ്മുടെ ഗ്രേവിക്ക്, അതേപോലെ തന്നെ ടേസ്റ്റും കൂടും. ഓക്കെ, ഇത് മതി. ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റോളം തിളയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇട്ട വശം തന്നെ ഇത് എടുക്കുകയാണെങ്കിൽ കടലക്കറിക്ക് വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. അതേസമയം അതിൽ കിടന്ന് നന്നായി യോജിച്ച് ആ കടലയിലേക്കൊക്കെ എരിവും പുളിയും ഒക്കെ ഒന്ന് പിടിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാലാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ അത് നന്നായി തിളയ്ക്കട്ടെ. ഇപ്പം ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, എരിവും ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ പുളിയുണ്ട്, എരിവുണ്ട്. ഇനി നമുക്ക് ഉപ്പ് കുറവാണ് അതിൽ കുറച്ച്, അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ സമയത്ത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ വറ്റും ഈ ഗ്രേവി. അപ്പോൾ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്. അപ്പം ഇതിൽ കിടന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകട്ടെ. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യാം. കറി ഏകദേശമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ ഇരിക്കുമ്പോൾ അത് കട്ട പിടിക്കുക, അതുകൊണ്ട് ഇതിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ മുകളിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് ഞാൻ ചിക്കൻ കറിയിലൊക്കെ ചെയ്ത പോലെ തന്നെ 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു പകുതി തക്കാളി, അത് ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. പിന്നെ ഇത് നമുക്ക് ഈ വെള്ളക്കടല മാത്രമല്ല കേട്ടോ, കറുത്ത കടല വെച്ചിട്ടും ഈ സെയിം കറി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വെള്ളക്കടലയാണ് എനിക്കിഷ്ടം, പക്ഷേ കറുത്ത കടല വെച്ചിട്ടും സെയിം കറി ഉണ്ടാക്കാം. അപ്പോൾ ഫൈനലി എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. ഇതൊക്കെ മേമ്പൊടികളാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. മതി. ഇത് ഇട്ടപ്പോഴാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള മണം വരുന്നത് കേട്ടോ മക്കളെ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക. കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന വെളിച്ചെണ്ണയുടെയും തക്കാളിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം രുചി മണമൊക്കെ നമ്മളെ കടലയുടെ ഗ്രേവിയിലോട്ട് ചേരണം. അതിനുവേണ്ടി നമ്മൾ 10 മിനിറ്റ് അടച്ചു വെക്കാൻ പറയുന്നത്. ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇതിന് ശേഷം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഞാനിത് കഴിക്കാൻ പോകുന്നത് ക്യാരറ്റ് ചപ്പാത്തിയുടെ കൂടെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നതും ഞാൻ കഴിക്കാൻ പോകുന്നതും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ത് വേണമെങ്കിലും കഴിക്കാൻ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്താ ടേസ്റ്റ് എന്ന് അറിയാം, അടിപൊളിയാണ്. ഈ കടലക്കറി ഉണ്ടെങ്കിൽ ചിക്കൻ കറിയൊക്കെ മാറി നിൽക്കും, അതുപോലെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്